ഇപ്പോൾ മാധ്യമങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിച്ചത് നേരത്തെ പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. നമ്മൾ ലൈവിൽ തന്നെയാണ് MLA സതീഷ് കൃഷ്ണ സീലിനോട് കാര്യം ചോദിച്ചത്. അദ്ദേഹമാണ് സൈറ്റിലേക്ക് മാധ്യമങ്ങളെ കൊണ്ടുവന്നതും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. ഇപ്പോൾ മാധ്യമങ്ങളെ പൂർണ്ണമായി മാറ്റുകയാണ്. തെരച്ചിൽ നടക്കുന്ന ഇടത്തു നിന്നല്ല, അതിന് അപ്പുറമുള്ള ഭാഗത്തു നിന്നും മാധ്യമങ്ങളെ മാറ്റുന്നു. നേരത്തെ കർണാടക പോലീസ് നമ്മുടെ മുബഷിറൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്നറിയില്ല. നമുക്കൊന്ന് മുബഷിറിനോട് ചോദിക്കാം. മുബഷിർ, നേരത്തെ മുബഷിറിന്റെ അടുത്തേക്ക് കർണാടക പോലീസ് വരുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പൂർണ്ണമായും അവിടെ നിന്ന് പോകാനാണോ പറഞ്ഞത്? തിരച്ചിൽ നടത്തിയിരുന്ന മേഖലയിൽ നേരത്തെ മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുക്കുന്നതിന് വേണ്ടി അനുമതി നൽകിയിരുന്നു. തുടർന്ന് നമ്മൾ ഉൾപ്പെടുന്ന മലയാള മാധ്യമ സംഘം അവിടെ എത്തി പൂർണ്ണമായും ദൃശ്യങ്ങളൊക്കെ തന്നെ ചിത്രീകരിച്ച ശേഷം അവിടെ നിന്നും അവർ മാറാൻ നിർദ്ദേശിച്ചു. സ്വാഭാവികമായും ഒരു രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവരുടെ സൗകര്യം എന്നോളം തന്നെയാണ് അവർ മാറാൻ നിർദ്ദേശിച്ചത്. തൊട്ടുപുറത്തു നിന്നും മാറി നമ്മൾ വാർത്ത വീണ്ടും ശേഖരിക്കുന്നതിനിടയിൽ ആ ഒരു മേഖലയിൽ നിന്നും പൂർണ്ണമായും മാറാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയിലൊക്കെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്നതുകൊണ്ടാവാം പോലീസ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും എല്ലാ മാധ്യമങ്ങളും ഈ ഒരു മേഖലയിൽ നിന്നും മാറുകയാണ്, സുരക്ഷിത മേഖലയിലേക്ക് മാറുകയാണ്. കാരണം അത്രത്തോളം പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആ പ്രശ്നബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്നത്. കാരണം അത്രത്തോളം ഗുരുതരമായ ഒരു എന്താ പറയാ ആ നിലയിലുള്ള പ്രദേശം. നിങ്ങൾ എവിടെയാണ് നിന്നിരുന്നത്? നേരത്തെ കർണാടക പോലീസ് മുബഷിറിനോട് സംസാരിക്കുന്നതാണ് ലാസ്റ്റ് ഫ്രെയിമിൽ ഞാൻ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ മണ്ണിടിഞ്ഞു വീണ മേഖലയിൽ നിന്നും എത്ര അകലെയായിരുന്നു? അതായത് സുജയ, മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്നും ഏകദേശം ഒരു 600 മീറ്റർ അകലെ, അതായത് ശിരൂർ മേഖലയിൽ തന്നെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. നമ്മൾ ഉൾപ്പെടെ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു. ആ മേഖലയിൽ നിന്നുൾപ്പെടെ പോലീസ് ഇപ്പോൾ എല്ലാവരെയും മാറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കൂടുതൽ ആളുകളെ ആ മേഖലയിൽ നിർത്താൻ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. സുരക്ഷയുടെ ഭാഗമായി കൂടി വേണം അവരുടെ ആ ഒരു നിർദ്ദേശത്തെ കണക്കാക്കാൻ. അതുകൊണ്ട് പൂർണ്ണമായും ആ ഒരു മേഖലയിൽ നിന്നും നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്, അങ്കോള ഭാഗത്തേക്ക് തിരിച്ചു വരികയാണ്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അശാസ്ത്രീയമായ ദേശീയപാതയുടെ നിർമ്മാണം വലിയ രീതിയിൽ മേഖലയിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ആ നിലയിൽ ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ടെന്ന് കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. അനാവശ്യമായ ഒരു മേഖലയിലൂടെ ആരെയും കടന്നു പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായ ഒരു സുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുകൂടിയാവണം ഇവിടെ നിന്നും മാറാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പൂർണ്ണമായും നമ്മളെല്ലാവരും ഈ ഒരു മേഖലയിൽ നിന്നും മാറിയിട്ടുണ്ട്. ശിരൂർ മേഖലയിൽ നിന്നും പൂർണ്ണമായും മാറിയിട്ടുണ്ട്. കനത്ത മഴ ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ കാറ്റോടുകൂടിയ മഴയാണ് ഇപ്പോൾ തുടരുന്നത്. ഇപ്പോൾ അങ്കോളയിൽ നിന്നും ശിരൂരിലേക്കുള്ള ഈ ഒരു റോഡിൽ ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടാകും, അപ്രതീക്ഷിതമായി വീണ്ടും റോഡിലേക്ക് കുറച്ച് മണ്ണിടിഞ്ഞ സാഹചര്യത്തിൽ ആ മണ്ണ് ഒരു ഹിറ്റാച്ചി എത്തിച്ച് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ വളരെ സുരക്ഷാ ഭീഷണിയുള്ള മേഖലയാണ് ഇതെന്നുള്ളതാണ്. മുബഷീർ, നോക്കൂ, ഒന്ന് പതുക്കെ പോകാം. മുബഷീർ, അവിടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ അവസാനം കണ്ട ദൃശ്യങ്ങൾ ഒരു മണ്ണിടിഞ്ഞ് കിടക്കുന്നതാണ്. അത് ശിരൂരിൽ നിന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായ മേഖലയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞ ഭാഗത്താണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. അവിടെയൊക്കെ അപകടാവസ്ഥയുണ്ട് എന്നത് വ്യക്തമാണ്. രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ മലയാളം വാർത്താ ചാനലുകൾ അടക്കമുണ്ടായിരുന്നു. എല്ലാവരെയും പൂർണ്ണമായും അവിടെ നിന്ന് ഇപ്പോൾ മാറ്റുകയാണ്. റോഡിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞ് കിടക്കുന്നതാണ് നമ്മുടെ വാഹനം പാസ് ചെയ്ത് വന്ന വഴിയിൽ. ആ ബാരിക്കേഡിന് തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടത് അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുന്നു. അവിടെ നിന്നുള്ള മണ്ണ് കോരി മാറ്റുന്നതിനായി അവർ ശ്രമിക്കുകയാണ്. അതായത് ഈ മല അപകടാവസ്ഥയിലാണ്. അവിടേക്കൊന്ന് ഇറങ്ങുമോ മുബഷീർ? ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്കൊന്ന് നടക്കുമോ? മുബഷീർ പി അക്ബർ, അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാൻ കഴിയും. ഇപ്പോൾ ചെറുതായി മഴ പെയ്യുന്നുമുണ്ട്. നോക്കൂ, ആ ബാരിക്കേഡിനപ്പുറത്ത് ഈ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് കിടക്കുന്നുണ്ട്. അപകടാവസ്ഥയിലാണ് ഈ ശിരൂർ വഴി കടന്നു പോകുന്ന ദേശീയപാതയുടെ റീച്ച് എന്ന് പറയേണ്ടിയിരിക്കുന്നു. IRB എന്ന നിർമ്മാണ കമ്പനിയാണ് ഈ റീച്ചിന്റെ കരാർ എടുത്തിരിക്കുന്നത്. IRB കമ്പനിയുടെ പ്രതിനിധികളടക്കം അവിടെ എത്തി ഈ മണ്ണു നീക്കം നടത്തുന്നതാണ് ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്തായാലും ആ മല ഇടിച്ചത് അല്ലെങ്കിൽ റോഡ് നിർമ്മാണത്തിനായി ശ്രമിച്ചത് അശാസ്ത്രീയമാണ് എന്നത് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുബഷീർ, തൊട്ടപ്പുറത്ത് എത്രമാത്രം മണ്ണ് വീണ് കിടക്കുന്നുണ്ട് അതുകൂടി നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതാണ്. ആ ഭാഗത്ത് മണ്ണിടിഞ്ഞു കിടക്കുന്ന ഇടത്തേക്ക് കടക്കാൻ കഴിയുമെങ്കിൽ അവിടേക്ക് പോകാവുന്നതാണ് മുബഷീർ.
പക്ഷേ ഈ മേഖലയിലൂടെ കടന്നു വന്ന സമയത്താണ് അപ്രതീക്ഷിതമായി വീണ്ടും ഇവിടെ ചെറിയ രീതിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഹിറ്റാച്ചി ഉൾപ്പെടെ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് റോഡിലേക്ക് അടർന്നു വീണ ഒരു മണ്ണ് പൂർണ്ണമായും മാറ്റാനുള്ള ശ്രമമാണ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 500 മീറ്റർ അകലെയാണ് നിലവിൽ ഈ ഒരു ദുരന്തമുണ്ടായ ഷിരൂർ മേഖല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എത്രത്തോളം ഈ ഒരു മേഖല പ്രശ്നബാധിത മേഖലയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എത്രത്തോളം ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായും അങ്ങോട്ടേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ തത്സമയമാണ് ഈ ദൃശ്യങ്ങളിലാണ് മുബഷീറിനൊപ്പമുള്ള വീഡിയോ ജേർണലിസ്റ്റിന്റെ ദൃശ്യങ്ങൾ തത്സമയമാണ്. മുബഷീറിനൊപ്പമുള്ള വീഡിയോ ജേർണലിസ്റ്റിന്റെ ദൃശ്യങ്ങൾ തത്സമയമാണ്. അതിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ മറുഭാഗത്തായിട്ടാണ് ആ മല ഇടിഞ്ഞു കിടക്കുന്നത്. ഷിരൂരിൽ അർജുനെ കാണാതായ മണ്ണിടിച്ചിൽ ഉണ്ടായതിനു ശേഷം വീണ്ടും ഉണ്ടായ മണ്ണിടിച്ചിലാണ് നമ്മൾ കാണുന്നത്. ആ മല അപകടാവസ്ഥയിലാണ്. അത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുവഴി ഇനിയും വാഹനങ്ങൾ കടന്നു പോകേണ്ടതാണ്. NH 66 ഷിരൂർ വഴിയുള്ള റീച്ച് അപകടാവസ്ഥയിലാണ്.